മുടിയിട്ട വെള്ളം ഒരു നയാക്കാശിന് ഞങ്ങൾ വിറ്റിട്ടില്ല. വിറ്റതായി തെളിയിച്ചാൽ തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചു. ഞങ്ങളുടെ ഖുർആൻ മൊയ്ലിയാര് പറഞ്ഞു 100 റുപ്യ മുതൽക്ക് 10,000 വരെ പൈസക്ക് വിറ്റു എന്ന് കാസർകോട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞു. എന്നോട് കാസർകോട്ടെ ഒരു സംഘം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിന് പോയ ആളുകൾ പറഞ്ഞു 10,000-നും 1,000-നും 101-നും വരെ വിറ്റിട്ട് പിന്നെ വെള്ളം വസ്തുന്നു മക്കത്തൊന്നും കൊണ്ടുപോയ വെള്ളം അത് തൊട്ടടുത്ത തെങ്ങിന്റെ കുഴിക്കും ഒഴിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നു. ഇനി പറയട്ടെ, കാസർഗോഡുള്ള ആള് കണ്ടു എന്ന് പറഞ്ഞു തെങ്ങിന്റെ മരട്ട് വയ്ക്കുന്നത്. തെളിവില്ലാതൊന്നും പറയാൻ പറ്റൂലല്ലോ. ഞാൻ ചോദിക്കുന്നത്, വിനയത്തോടെ ചോദിക്കാൻ, ആ കാസർകോട്ടുകാരെ കണ്ടാളൊന്നും ഞങ്ങൾക്ക് കാണിച്ചില്ല. തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നത്, 10,000 റുപ്യ വാങ്ങുന്നത്, 1000 വാങ്ങുന്നത്, 100 റുപ്യ വാങ്ങുന്നത്. എന്തിന്? വെള്ളത്തിന് വാങ്ങുന്ന അതിന്റെ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിന്റെ വാങ്ങിണ്ടാവും. മർക്കസിൽ ആർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. സംഭാവന ചെയ്യാൻ വന്നത് സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, വെള്ളത്തിന് ഒരു നയാ കാശെങ്കിലും വാങ്ങി അല്ലെ വെള്ളം ബാക്കിയായിട്ട് തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയിട്ട് ഒഴിച്ചത്? അത് ഏത് തെങ്ങ? മർക്കസിൽ അങ്ങനെ ഒഴിക്കണേ അത്ര അടുത്തൊന്നും തെങ്ങുണ്ടാവില്ല, കുറെ ദൂരെ കൊണ്ടുപോയി ആയിരിക്കട്ടെ. അങ്ങനെ ഏത് തെങ്ങിനാ ഒഴിച്ചത്? ആരാ കണ്ടത്? ചെലവ് തീർത്തും ഞാൻ വഹിച്ചോളാം. ആളൊന്ന് ഹാജരാക്കി തരുമോ? ഞാൻ കാസർഗോഡ് നിന്ന് വെല്ലുവിളിച്ചു. അതുപോലെ തന്നെ കേരളം മുഴുക്ക വെല്ലുവിളിച്ചു. ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യനെ ഞങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം പൈസക്ക് കൊടുത്തതായി ഒരൊറ്റ മനുഷ്യനെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. മുഴുവൻ കളവും പറയുന്ന നിങ്ങൾക്കൊരു കള്ളസാക്ഷിയെ പോലും കിട്ടിയില്ല. ഇനി കള്ളസാക്ഷി കൊണ്ടുവരണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് ഒരു കുപ്പി 25,000 ഉറുപ്പ്യക്ക് വിറ്റു. അങ്ങനെ 2 കുപ്പി വെള്ളം വിറ്റു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ? സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്യയാണ് നിങ്ങളെ സമസ്ത? ഇതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാടുത്തത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. ഓർത്തല്ലോ. ഞാൻ ചോദിക്കുന്നു അതിന്റെ സനദ്. വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനദ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനദ് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാട് വരെ പ്രസംഗിച്ചിട്ട് സനദ് പറഞ്ഞിട്ടില്ല. രണ്ടാമതായി ഞാൻ പറയട്ടെ, തീർന്നില്ല. മതി. രണ്ടാമത് പറഞ്ഞെന്ന് വെച്ചാൽ സാധുക്കൾക്ക് വേണ്ടേന്നാ. ഒരു ചോദ്യം കൂടി, ഒരു മൂന്നാമത്തെ ചോദ്യം കൂടി എന്റെ ഒരു കൂട്ടിക്കോടി. അതറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളല്ലേ, വലിയ ബർക്കത്തുള്ള വെള്ളല്ലേ? അതെന്തിനാ ഖുർആൻ മൊയ്ലിയാരങ്ങൾ വിറ്റിയാൽ നിങ്ങൾക്ക് എന്നെ എടുത്തൂടെ? റസൂലുള്ളാഹിന്റെ ബർക്കത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വെള്ളം അങ്ങ് എടുത്തൂടെ മുസ്ലിയാരെ? ഞങ്ങളൊക്കെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, കുടിക്കാറുണ്ട്. രണ്ടുവാ ചെയ്യല്. നിങ്ങൾ വിൽക്കുകയാണ്, ബർക്കത്തുള്ള വെള്ളം വിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ചോദ്യവും കൂടി, മൂന്നാമത്തൊരു ചോദ്യവും കൂടി മുജാഹിദീങ്ങളെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കും. അതിന് മുമ്പ് ഞാൻ തന്നെ അങ്ങോട്ട് ചോദിക്കുകയാണ്.